മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പെസഹ വ്യാഴാഴ്ചത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എറണാകുളത്തെ പറ്റി മാത്രമാണ്. എറണാകുളത്തെ ബസിലിക്കയെ പറ്റി മാത്രമാണ്. മണവാളന്റെ ബസിലിക്കയിലെ തമാശകൾ. കന്യകാ മറിയത്തിനെ പോലും കർത്താവിനെതിരെ തിരിക്കുന്നവരാണോ വിമതർ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായി നമ്മൾ എടുക്കുന്നത്. ഇവിടെ മണവാളൻ വളരെ കാര്യമായിട്ട് എറണാകുളത്തെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ 486 ദിവസത്തിന് ശേഷം ബസിലിക്ക തുറന്നു, എന്തോ മഹാസംഭവം നടന്നു എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട സത്യം, ഇത് മണവാളന്റെ വിജയമല്ല. മണവാളന് മുൻപ് അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഈ മണവാളൻ എന്ന് പറയുമ്പോൾ ഇത് വിവാഹത്തിന്റെ വധുവിന്റെ കൂട്ടത്തിലുള്ള വരനെ ഉദ്ദേശിക്കുന്ന മണവാളനല്ല, അല്ലെങ്കിൽ മറ്റൊരു സിനിമാ നടൻ മണവാളനല്ല. ഈ മണവാളൻ ബസിലിക്കയിലെ പുതിയ വികാരിയായ മണവാളനാണ്. അപ്പോൾ മണവാളന്റെ ചിന്ത, മണവാളന്റെ മിടുക്കുകൊണ്ട്, അല്ലെ മണവാളൻ വികാരിയായിട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ കോടതികൾ പോലും ബസിലിക്ക തുറക്കാൻ അനുവാദം കൊടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയതെന്നാണ് സത്യത്തിൽ വിശ്വാസികൾ, എറണാകുളത്ത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളും മുൻ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ആന്റണി പോതുവേലി ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിന്മേലാണ് കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ വേണ്ടി സഭ അനുവദിച്ച പരിശുദ്ധ ബലിയർപ്പണം, ഏകീകൃത ബലിയർപ്പണമാണ് നടക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ കോടതി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ബലിയർപ്പണം ഒഴിച്ചുള്ള മറ്റുള്ള ഭക്താഭ്യാസങ്ങൾ അവിടെ നടത്താം, അതിന് കോടതി അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. നമുക്ക് കാണാം, അവിടെ എറണാകുളം ബസിലിക്ക തുറക്കുന്ന വളരെ ആഘോഷമായ പരിപാടികളാണ് നടക്കുന്നത്. എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. കൈവിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ മണവാളന്റെ ആ ചെയ്തികളും മണവാളന്റെ ആ ഇരിപ്പും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തോ നഷ്ടപ്പെട്ടു പോയ, എന്തോ കാണാതെ പോയ ആരെയോ പോലെ മണവാളൻ അവിടെ മൂലക്കൊതുങ്ങി ഇരിക്കുന്നത് കാണാം. അതിനു മുമ്പ് മണവാളൻ ജനങ്ങളോട് പറയുന്ന പല കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. എന്താണ് മണവാളൻ അവിടെ വന്ന വിശ്വാസികളോട്, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞു അവിടെ വന്നിരിക്കുന്ന ആളുകളോട്, മണവാളനും മണവാളന്റെ 2 സഹവികാരിമാരും പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. എന്റെ ആലയത്തെ ഏറ്റവും അനുഭവത്തിലൂടെ നാളുകൾ നമ്മളെല്ലാവരെയും സഹായിച്ചു. ഇനിയും പ്രധാനമായിട്ടും
നിന്റെ അനുഗ്രഹവും ഞങ്ങളിലും ഈ പ്രാവശ്യം വരുന്ന എല്ലാ മക്കളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ഏകദേശം നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെയും നാം എല്ലാവരോടും കൂടെ ഈ ദേവാലയ എപ്പോഴും നീക്കും പ്രതീക്ഷിച്ചില്ല എത്ര വേഗത്തിൽ എല്ലാം ശാന്തമായിരുന്നു. സംഘർഷങ്ങളോ ശാന്തമായിട്ട് തീർച്ചയായിട്ടും വലിയ മാനസം പ്രത്യേകിച്ച് വലിയ ഒരുപാട് നാളോട് പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മൾ പെസഹ ആചരിക്കാൻ പോവുകയാണ്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകലെന്നാണ്. ഒരുപാട് ദുഃഖങ്ങളിലൂടെയും വേദന നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഒരു ദുഃഖവലിക്കപ്പുറം ഒരു ഉദ്ധാനം ഉണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈശോ അതിന് കൃത്യമായിട്ടൊരു ഉദാഹരണം ഇന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരു ദിവസം മാറും. ഈ അടുത്ത് കിടന്ന ദേവാലയം തുറന്ന പോലെ എല്ലാവരും ഹൃദയങ്ങൾ തുറക്കട്ടെ. ഈ പ്രത്യാശയുടെ ആദരവാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെല്ലാവരും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തിന് മാധ്യസ്ഥം വഹിക്കും. ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഇടവക ജനങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ബലിയർപ്പിക്കുന്ന ദിനം ഏറ്റവും അടുത്ത് സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നമുക്ക് ഇന്നത്തെ വിളിച്ചിയിൽ ഇന്ന് തന്നെ ദേവാലയം തുറക്കാനുള്ള ഓർഡറാണ് നമ്മൾ തീരുമാനിച്ചു. കൂടാതെ നമുക്കറിയാം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഇതിനുള്ള മറ്റു പ്രകാശികളും അതുപോലെ പ്രകാശങ്ങൾ നടത്താം കോടതിയുടെ ഉദ്ദേശം. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ദിവസങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയ നമുക്ക് ഒന്നിച്ച് വരാൻ പറ്റും എന്നുള്ളത് ഞാനൊക്കെയാണ്. 6 മണിക്കാണ് നമ്മൾ ദേവന്മാരെയും അതിനുശേഷം കഴിയും നമ്മൾ ചെയ്യും. നമ്മൾ 6 മണിക്ക് ദേവന്മാരെ അതിനുശേഷം നമുക്ക് മൈക്ക് ഓക്കെ ആണോ? നമ്മളിവിടെ കേട്ടു മണവാളൻ എന്താണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തോടാണ് മണവാളൻ പ്രാർത്ഥിക്കുന്നത്. മണവാളൻ പറയുന്നത്, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിച്ചു തരണമേ എന്ന്. ഇവിടെ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ടല്ലോ മണവാള. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് ആരോടാണ് പറയേണ്ടത്? അത് പറയേണ്ടത് അമ്മയുടെ മകനായ കർത്താവിനോടാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടാണ് അമ്മ പറയേണ്ടത്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? എറണാകുളത്തെ വിമതരുടെ വിജയം, എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണം വിമത രീതിയിൽ സാത്താൻ രീതിയിൽ അർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ മണവാളം പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ കർത്താവ് അത് കേൾക്കുമോ? അല്ലെങ്കിൽ തന്നെ മാതാവ് അത് കേൾക്കുമോ? ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല മണവാള. ബൈബിൾ ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു നോക്കൂ മണവാള. ബൈബിളിൽ എന്താണ് മാതാവ് ജനങ്ങളോട് പറയുന്നത്? കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയി, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ആ വീട്ടുകാർ പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താണ് പറഞ്ഞത് അതുപോലെ നിങ്ങൾ ചെയ്യുവിനെന്നാണ് പരിശുദ്ധ അമ്മ അവിടെ പറഞ്ഞത്. അപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ നടന്നത്, വെള്ളം വീഞ്ഞായി മാറിയത്. കർത്താവ് എന്താണ് മണവാള പറഞ്ഞത്? കർത്താവ് തന്റെ അധികാരങ്ങൾ തന്റെ പ്രിയ ശിഷ്യന് അപ്പസ്തോല പ്രമുഖന് നൽകിക്കൊണ്ട് പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് പറഞ്ഞ് സഭയുടെ
അധികാരം പത്രോസിന് നൽകുകയാ ചെയ്തത്. ആ പത്രോസിന്റെ പിൻഗാമിയായ പരിശുദ്ധ മാർപ്പാപ്പ എന്താണ് മണവാള പറഞ്ഞത്? എറണാകുളത്തുള്ള വിമത ലോകകാരികളെ, നിങ്ങൾ സഭയോടൊപ്പമല്ല, നിങ്ങളെ തള്ളിക്കളയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ സഭയെ അനുസരിക്കണം, സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കണം, സിനഡിനെ അനുസരിക്കണം. എന്നിട്ട് മാർപ്പാപ്പ ജനങ്ങളോട് പറയുന്നുണ്ട്, ഇവരെ നിങ്ങൾ അനുകരിക്കരുത്. ഇവരെന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് മണവാള? മണവാളൻ ഉൾപ്പെടെയുള്ള വിമത ലോക പിശാചുക്കളെ അനുകരിക്കരുന്നല്ലേ മാർപ്പാപ്പ പറഞ്ഞത്? അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ മണവാള? അങ്ങനെ വരുമ്പോൾ കർത്താവ് മണവാളന്റെ പ്രാർത്ഥന കേൾക്കുമോ മണവാള? ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. കാര്യം നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് കർത്താവിനോട് പറയാൻ വേണ്ടിയിട്ടാ. കർത്താവ് പറഞ്ഞതും മാതാവ് പറഞ്ഞതും ഇവിടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ പറയുന്നത് ചെയ്താൽ മാത്രമേ മണവാള നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കത്തുള്ളൂ. അല്ലാതെ എത്ര കൊണ്ട നമസ്കാരം എത്തിച്ചാലും എത്ര കുരിശിന്റെ വഴി നടത്തിയാലും നിങ്ങൾക്കൊക്കെ നരക പാതാളമാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തുള്ള വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ഇന്ന് പെസഹ ആചരണമാണ്. ഇന്ന് പോലും പരിശുദ്ധ ബലിയർപ്പണം അവർക്ക് നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ മഹാപാപം ഒരിക്കലും കർത്താവ് പൊറുക്കുകയില്ല. കാര്യം ഇന്നാണ് പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ സ്ഥാപക ദിവസം. നമ്മൾ കേട്ടു ഇവിടെ ഉള്ള ഈ സഹവൈദികര് അല്ലെങ്കിൽ സഹവികാരിമാര് പറഞ്ഞത് ഇന്ന് പെസഹയാണ്, പെസഹ കടന്നുപോകലാണ്. പെസഹ കടന്നുപോകൽ തന്നെയാണോ കൊച്ചു വൈദികരെ അല്ലെങ്കിൽ ലോഹയിട്ട വിമത കുഞ്ഞുങ്ങളെ? അല്ല, ഇന്ന് കൃത്യമായിട്ട് കർത്താവ് തന്റെ ശരീരം നമ്മൾക്ക് വീതം ചെയ്തു തന്ന ദിവസമാണ്. തന്റെ ശരീരത്വവും നമ്മൾക്ക് വേണ്ടി ത്യജിച്ച ദിവസമാണ്. അങ്ങനെ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നുവെന്ന് ലോകത്തിൽ ഇതുവരെയും കാണിച്ചു കൊടുക്കാത്ത ഒരു വഴിയിലൂടെ ഇന്ന് പരിശുദ്ധ ബലിയർപ്പണം നടത്തിയ ദിവസമാണ് വിമത കുഞ്ഞുങ്ങളെ. അല്ലാതെ കടന്നുപോകൽ മാത്രമല്ല പെസഹ. നിങ്ങൾ സെമിനാരികളിൽ പഠിച്ച ആ വാക്കിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് പെസഹ പൂർത്തിയാവുന്നില്ല. ഇന്ന് എറണാകുളത്തുള്ള വിശ്വാസികൾക്ക് പെസഹ നിഷേധിച്ച സാത്താൻ രൂപികളായ നിങ്ങൾക്ക് ദൈവം മറുപടി പറയും. ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ആരെ ക്ഷമിച്ചാലും നിങ്ങൾ അത് ഓർത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവരുടെ ആഹ്വാനം കേട്ടുകൊണ്ട് അവിടെ ചില കന്യാസ്ത്രീകളും മറ്റ് സ്ത്രീകളും പ്രാർത്ഥന ചൊല്ലുന്നു. നമുക്കൊന്ന് കേൾക്കാം. അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം പരിശുദ്ധ ബലിയർപ്പണം നടക്കേണ്ട സ്ഥലത്ത് അത് നിഷേധിച്ചുകൊണ്ട് സഭ പറയുന്ന കാര്യങ്ങൾ നടക്കില്ല, നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രാർത്ഥനകൾ ചെല്ലാൻ മാത്രമാണോ ദേവാലയം തുറക്കപ്പെട്ടത്? അങ്ങനെ വരുമ്പോൾ അത് ദേവാലയം അല്ലല്ലോ മണവാള, അത് കെട്ടിടമല്ലേ? ഒരു കെട്ടിടം തുറന്നതിന് ഇത്രയും ആഹ്ലാദിക്കേണ്ട കാര്യമുണ്ടോ? ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? മണവാളെന്ന് ആലോചിച്ചു നോക്ക്. ആലോചിച്ചതിന് ശേഷം മണവാളൻ തന്റെ സഹ വികാരിമാരെ കൂടെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലോഹയിട്ട വിമത ലോഹകാരികളെ വിളിച്ച് ഒന്ന് ഉപദേശിക്കുവാണെങ്കിൽ മണവാള നിങ്ങൾ കർത്താവിന്റെ മണവാളനായി തീരും. ഇല്ലെങ്കിൽ നിങ്ങൾ സാത്താന്റെ മണവാളനായാണ് തീരാൻ പോകുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഏതായാലും ഈ കന്യാസ്ത്രീകളും ഈ സ്ത്രീകളും ഒക്കെ എത്തിച്ച പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇന്നത്തെ പെസഹായിലേക്ക് കിടക്കാം. ജനങ്ങൾ, വിശ്വാസികൾ അവരുടെ വീടുകളിൽ പെസഹ അപ്പം മുറിക്കുക, അങ്ങനെ കർത്താവിന്റെ പെസഹ ആചരിക്കുക. കാരണം എറണാകുളത്തുള്ള വിശ്വാസികൾക്ക് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നിവർത്തിച്ചു കിട്ടുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് ഈ സാത്താൻ രൂപികളായ വിമത ലോക പിശാചുക്കൾക്ക് നല്ല ബുദ്ധി വരുമെന്നുള്ളത് കർത്താവ് തന്നെ തെളിയിക്കട്ടെ. കോടതികൾ ഇടപെടുന്നത് മൂലം ചില ദേവാലയങ്ങളിലെങ്കിലും പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്നുണ്ട്. അതിന് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിയെ, കോടതികളെ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും കർത്താവിന്റെ പെസഹ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആ വീഡിയോ കാണാം. നന്ദി, നമസ്കാരം. സംശുദ്ധൻ നിത്യം സംശുദ്ധൻ ഭൂവും മാനവും തന്മാനീമായ തിങ്ങീടും നല്ല സന്തനം ശ്രീ